ഈ അരിഷ്ടവും ലേഹ്യമൊക്കെ ആണല്ലോ നമ്മൾ ആയുർവേദത്തിൽ കൂടുതലായി നമ്മൾ എന്തെങ്കിലും അസുഖത്തിന് വരുമ്പോൾ തരുന്നത് അതാണല്ലോ. അപ്പൊ ഈ പ്രമേഹം മാറ്റാൻ ഈ അരിഷ്ടായാലും ലേഹ്യായാലും സഹായകമാകും? ഇല്ല, നമ്മൾ പ്രമേഹ രോഗിയിൽ പ്രമേഹം മാറ്റാൻ അരിഷ്ടവും ലേഹ്യം ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ നമുക്ക് മറ്റ് അസുഖങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് പെട്ടെന്നൊരു പനി വരികയോ അങ്ങനെ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് നമുക്ക് അരിഷ്ടവും ലേഹ്യവും അല്ല 1-2 ദിവസങ്ങൾ വേണേൽ അത്യാവശ്യം ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ ഇതിനകത്ത് ശർക്കര ചേരുന്നത് കൊണ്ട് അതൊരു ലോങ് ഡ്യൂറേഷനിൽ അരിഷ്ടവും ലേഹ്യവും ഒന്നും ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഈ അരിഷ്ടത്തിനും ലേഹ്യത്തിനും എഡിക്റ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കുന്ന ആളുകളുണ്ട്, ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞിട്ട്. അത്തരത്തിലുള്ള ആളുകളോട് എന്താ പറയാനുള്ളത്? ഒരു കാരണവശാലും അരിഷ്ടം അങ്ങനെ നമ്മൾ കഴിക്കാനേ പാടില്ല. ആയുർവേദത്തിൽ ഏറ്റവും ടേസ്റ്റുള്ള ഒരു കൽപ്പനയാണ് അരിഷ്ട കൽപ്പന. പക്ഷേ അത് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നതിൻ്റെ അതേപോലെയുള്ള ഒരു കോംപ്ലിക്കേഷൻസ്, അതായത് ലോങ് ഡ്യൂറേഷനിൽ യൂസ് ചെയ്താൽ ഉണ്ടാകും. രോഗത്തിനനുസരിച്ച് മാത്രം അരിഷ്ടം ഉപയോഗിക്കാം. അരിഷ്ടം നല്ല പ്രയോജനമുള്ള മരുന്നാണ്. പക്ഷേ അത് വളരെ കാലം തുടർച്ചയായിട്ട് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല.